ഇത് i20യുടെ ക്ലച്ച് റീസെറ്റ് ചെയ്യുന്ന സംഭവം കേട്ടോ. സാധനം രാവിലെ പോയി മേടിച്ചായിരുന്നു. അപ്പം അങ്ങനെ ക്ലച്ച് വന്നു. അതിൻ്റെ റിലീസ് ബെയറിംഗ് ഉണ്ടോ, ഹുണ്ടായി കിയ എന്ന് എഴുതി വെച്ചേക്കുന്നുണ്ടോ. അപ്പം ഹുണ്ടായും കിയയും ഒരു സ്പാർക്സ് തന്നെ വരുന്നത്. എല്ലാ കിയയുടെ വണ്ടിക്കകത്തെല്ലാം ഹുണ്ടായി എന്ന് കാണും. ഇത് അറിയാമല്ലോ, ഇത് ക്ലച്ചിനൊരു പിടുത്തം കിട്ടാൻ വേണ്ടി പഴയ സ്ലിപ്പായതെല്ലാം നമ്മളൊന്ന് സാൻഡ് പേപ്പർ ഇട്ട് 80ൻ്റെ പേപ്പർ ഇട്ട് പിടിച്ച് ഒന്ന് റെഡിയാക്കുക. അത് കുറച്ച് ഉടച്ച് കറക്റ്റ് ലെവലാക്കിയായിരുന്നു. ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയും പിടുത്തം കിട്ടാൻ വേണ്ടിയാണ് ഉരയ്ക്കുന്നത് കേട്ടോ. ഇതാണ് ഹുണ്ടായുടെ i20യുടെ എൻജിൻ ഭാഗം വരുന്നത് കേട്ടോ. ഇത് നമ്മുടെ മാരുതിയുടെ ഗിയർ നോബല്ല, ഗിയർ ബോക്സിൻ്റെ ഷാഫ്റ്റാണ് വരുന്നത്. ഇത് നമ്മൾ ക്ലച്ചൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഉപയോഗിക്കുന്ന സാധനമാണ്. പക്ഷേ ഇതിൻ്റെ ഹുണ്ടായുടെ i20ൽ നമ്മുടെ മാരുതി 800 ക്ലച്ച് സെറ്റാകുന്നില്ല. പിന്നെ നമ്മളത് നോക്കിയ സെറ്റ് അത് കയറുന്നില്ലായിരുന്നു. പിന്നെ നമ്മളത് നോക്കി സെറ്റ് ചെയ്തതും ഭയങ്കര ഒരു പ്രത്യേകത. കറക്റ്റ് സെറ്റിംഗ് ആണെങ്കിൽ ഗിയർ ബോക്സ് പടയെന്ന് കയറിപ്പോയി. നേരെ പടയെന്ന് ഗിയർ ബോക്സ് കയറിപ്പോയായിരുന്നു കേട്ടോ. അങ്ങനെ ഓടിച്ചു നോക്കാൻ വേണ്ടി പോയി. നാളെ ഒരു ലാൻസറുമായിട്ട് കാണാം. 3 മാസം എടുക്കാതെ ഓടാറുന്ന ഒരു വണ്ടിയായിട്ട് നടക്കും.